അല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഡ്രീമാണത്, നല്ല സ്വപ്നമാണ്. നമുക്ക് തന്നെ ഒരു വനിതകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായ വളരെ നല്ല കാര്യമല്ലേ, അതിനെന്ത് കുഴപ്പം? അല്ല, അതെനിക്കറിയില്ല, ഞാനല്ലല്ലോ അത് തീരുമാനിക്കണേ. നൂറിലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. പറഞ്ഞോ, ട്രോള പിന്നെ പറയാ. എന്താണ് സംഭവം? ചോദ്യം ചോദിക്കുക താങ്കൾ. ഞാൻ പറയട്ടെ, പിണറായി വിജയൻ എന്ന് പറഞ്ഞു, അതായത് സോണിയാഗാന്ധിയുടെ പടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തുണ്ടായിരുന്നു അല്ലേ? പിണറായി വിജയന്റെ പടമുള്ള ആദ്യം വന്നത്, പുറത്തു വന്നത്. അങ്ങനെ പിണറായി വിജയൻ ഈ കളവിൽ പങ്കുണ്ടോ? അല്ലല്ല. എന്റെ ചോദ്യം ഇതാണ്, പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ആദ്യം വന്ന പടം അതാണ്. അപ്പൊ അല്ല ഞാൻ ചോദിക്കട്ടെ, ഏത് പബ്ലിക് ഫംഗ്ഷൻ ആണെങ്കിലും സ്വകാര്യം പറയുന്നതും സംസാരിക്കുന്നതും നല്ല ബന്ധമുണ്ട്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, സോണിയാന്റെ വീട്ടിലൊരാൾ, ഞാൻ ചോദിക്കട്ടെ, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോകുമ്പോൾ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയോ അറിയപ്പെടുന്ന ആളുമാണോ? ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ ആദ്യത്തെ പടം വന്നപ്പോൾ ഞങ്ങൾ ആരും മുഖ്യമന്ത്രിക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടിൽ എത്ര പേര് വന്നു പോകുന്നു? ഒരുപാട്. ചിലർ അപ്പോയിൻമെൻ്റ് എടുത്ത് വരും, ചിലർ അപ്പോയിൻമെൻ്റ് എടുക്കാതെ പോകും. ഇതിൽ വന്ന ആരെങ്കിലും നാളെ ഏതെങ്കിലും കള്ളക്കടത്ത് കേസിലോ വേറെ ഏതെങ്കിലും പോക്സോ കേസിലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് ഞാൻ മിക്കവാറും പേരായിട്ട് ഫോട്ടോ കൊടുക്കും. ആ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറയാൻ പോലെ ഞാൻ ഒറ്റ കാര്യമല്ല. വെയിറ്റ് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിന്, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ മേടിച്ചു, തിരിച്ച് ഒരു ഫേക്ക് മോൾഡ് അതിൻ്റെ ചെമ്പിലുണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഈ കുറ്റവാളികൾക്കെതിരായി ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ, CPM നേതാവ്. അച്ചടക്ക നടപടി എടുക്കാൻ പേടിയാണ്. ബാക്കിയുള്ള മന്ത്രിമാരെയും മുൻമന്ത്രിയുടെയൊക്കെ പേര് അവർ പറയുന്നുള്ള പേടി കൊണ്ട് ഒരു അച്ചടക്ക നടപടി. എൻ്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണം കവർന്ന ഈ കള്ളന്മാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുക? അല്ല, സോണിയാഗാന്ധി അല്ല, ഈ ചോദ്യം ആ കൊള്ളക്കാർക്കെതിരെ എന്തുകൊണ്ട് ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാതെ വിറച്ചു നിൽക്കുന്നു? മുട്ട് വിറച്ച് നിൽക്കുകയാണ് പിണറായി വിജയൻ. അവർക്കെതിരായ അച്ചടക്ക നടപടി എടുക്കാതെ. എന്നിട്ട് ജാമ്യം ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു, സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് SITയെ സ്വാധീനിച്ച് ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ മേടിച്ചു കൊടുത്ത് അവരെ പുറത്തിറക്കി, അവരെ പ്രൊട്ടക്ട് ചെയ്ത കൊള്ളക്കാരെ സംരക്ഷിച്ച ആളാണ് പിണറായി വിജയൻ. അത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചോ, അപ്പൊ കിട്ടും. അതെ, ഭയങ്കര പാടായിരുന്നു. കരുണാകരൻ അധികാരിയുടെ എത്ര പ്രാവശ്യം കാണാതെ പോകുന്നറിയാം. എങ്ങനെ പ്രതിപക്ഷത്തിന് എന്താ തിരിച്ചടി? ആ ലോകായുക്തയുടെ എല്ലാം നഷ്ടപ്പെടുത്തി, അതിന്റെ പല്ലും അതിന്റെ നഖവും നഷ്ടപ്പെടുത്തി. ഇപ്പൊ ലോകായുക്ത എന്ന് പറയുന്ന ഒരു പ്രസക്തി ഇല്ലാത്ത സംഭവമായി. ഇതിന്റെ പല്ലും നഖവും ഇല്ല. നിങ്ങളത് വായിച്ചു നോക്ക്. കോടതി വിധി വന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇവരുടെ കാലത്ത് തന്നെ കൊണ്ടുവന്ന ലോകായുക്തയ്ക്ക് ഒരു പല്ലും നഖം ഉണ്ടായി, അതില്ല ഇപ്പോൾ. ലോകായുക്ത വെറും വേസ്റ്റാണ്. ആരും നിങ്ങൾ അവിടെ കൊടുക്കുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ മതി. വന്നപ്പോൾ എത്ര കേസുണ്ടായി, ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഒരാളും അങ്ങോട്ട് പോകുന്നില്ല, കാരണം അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. എല്ലാത്തിലും വർത്താനം പറയാം. പാവം ഇങ്ങനെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് ഇന്നലത്തെ മറ്റേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പാവം നല്ല ഇത് അവിടെ പറയണ്ട. എത്ര 50ാമത്തെ ചോദ്യം എന്നോട് ചോദിക്കണം. അയ്യോ, ആ പാവത്തിനെ കൊണ്ട് ആ കരളിലിരിക്കുന്നവന്മാർ ഇങ്ങനെ ചെയ്യിക്കല്ലേ. അതെ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് എനിക്കറിയാലോ, എനിക്കുണ്ടല്ലോ. അവിടെയൊക്കെ കലാപം നടക്കുവാണ്. ഇപ്പൊ നടക്കുന്ന റിബലുകൾ മുഴുവൻ അതിന്റെ പുറകിൽ CPMന്റെ സമുന്നതരായ നേതാക്കൾ അവരുടെ പുറകിലുണ്ട്. എന്നെ അവർ ബന്ധപ്പെടാറുണ്ട്. നീ കൂട്ടിക്കോ, ഞാൻ ആദ്യമായിട്ടാണ് അത് പറയുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ചോദ്യം ചോദിച്ച് അറിയാതെ ഇരുന്നത് പുറത്തിറക്കി വിട്ടത്. CPMന്റെ ഉന്നതരായ നേതാക്കൾ CPMന്റെ അകത്ത് കിടക്കുന്ന ഈ കലാപത്തിന്റെ പുറകിലുണ്ട്. അവർ ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട്. ആണ്, ഞങ്ങളെ ബന്ധപ്പെടാറുണ്ടെന്നേ. ഞാനവരുടെ പേരൊന്നും പറയില്ല, എന്റെ തല പോയാൽ പറയില്ല പേര്, അതൊക്കെ രഹസ്യമാണ്. അതൊന്നുമല്ല. നിങ്ങളുടെ എത്ര പേര്? പിന്നെ അതും കാര്യം. നിങ്ങള് ഈ മറ്റേ പിണറായി വിജയനെ MLA ആക്കിയ ആള് അദ്ദേഹം പിന്നെ BJPയുടെ കേന്ദ്രമന്ത്രിയായി. എന്നിട്ടാണ് എന്നോട് വർത്തമാനം പറഞ്ഞത്. അൽഫോൺസ് കണ്ണന്താനെ. എന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞിട്ട്. അറിയാല്ല, പറയിപ്പിക്കല്ലേ. ഞാൻ ഇങ്ങനെ 1 2 3 4 5 എന്ന് പറയിപ്പിക്കും. ആ രാജേന്ദ്രൻ ഇടുക്കിയിൽ MLA
BJP സ്ഥാനാർത്ഥിയാ. അത് ഞാൻ പറഞ്ഞതാണ്. അല്ല, അതല്ല, നിങ്ങളുടെ കലാപത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് രഹസ്യ വിവരം കിട്ടുമെന്നറിയാൻ വേണ്ട. എനിക്ക് കിട്ടുന്ന പോലെ ആർക്കും കിട്ടില്ല രഹസ്യ വിവരം. അതില്ലെങ്കിൽ ഞാൻ ഇതറിയോ? ഇന്ന് നിങ്ങളെ പറഞ്ഞ് ഇന്ന് വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാനില്ലെങ്കിൽ അറിയോ? ഇന്ന് കണ്ട സാധാരണ എന്തൊരു പാവമാണ് ശരിക്കും. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ചോദ്യമൊക്കെ ചോദിക്കും, ആവശ്യത്തിനൊക്കെ ചോദ്യം ചോദിക്കും. അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ട് ഇത് അലങ്കോലപ്പെടുത്തി എന്നെ ചൂടാക്കണമെന്ന് വിചാരിച്ച് ഒരിക്കലും ചോദിക്കാറില്ല. അല്ല, ഒരിക്കലും ചോദിക്കാറില്ല. ഭയങ്കര ഡീസൻ്റാണ്. പക്ഷെ ഇന്ന് കണ്ടില്ലേ, ഇന്ന് എത്രാമത്തെ നോക്കി എന്നോട് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസകരമായ കാര്യമാണ്. ഞാനിത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അതേ ചിരിക്കണത്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രകോപിതനായി ചൂടായി ഞാൻ അകത്തേക്ക് പോവും. ഞാൻ ഇവിടെ കാസേരയിട്ട് വന്നു. ഇപ്പോൾ മനസ്സിലായില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ CBIയുടെ അന്വേഷണവും അതുപോലെ തന്നെ 3000 രൂപ പെൻഷൻ നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഒന്നാമത്തെ കാര്യം അവര് കാരണം ഇപ്പൊ സിലിണ്ടർ പോലും കിട്ടാനില്ല. ഇപ്പോൾ സിലിണ്ടർ പോലും അവർ കാരണം കിട്ടാനില്ല. സിലിണ്ടർ ഉറപ്പുവരുത്തിയാണ് കേന്ദ്ര ഗവൺമെന്റ്. സിലിണ്ടർ കിട്ടാനില്ല. പിന്നെ ശബരിമല അന്വേഷണത്തിൽ ശബരിമല ഇരിക്കുന്ന റാന്നിയിലെ NDAയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കില്ലെന്നാണ് അല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടും തട്ടിപ്പാണ്. ഇനി ഞാൻ വേറെ കാര്യം കൂടി പറയാം. സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നാണ് പറയുന്നത്. 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കണമായിരുന്നു ലോക്കൽ ബോഡിക്ക്. കൊടുത്തില്ല. പൈസ ഇല്ല. 2150 ലോക്കൽ ബോഡിയുടെ 3 ഗഡുവായിട്ടാണ് കൊടുക്കുന്നത്. മൂന്നാം ഗഡു 2150 കോടി രൂപ കൊടുത്തില്ല. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് വലിയ ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിട്ട് വകമാറ്റി ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പൂച്ച പെറ്റിടക്കുകയാണെന്ന് പറഞ്ഞതിന് വല്ല സംശയമുണ്ടോ? ഖജനാവിൽ പൂച്ച പെറ്റിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതിൽ വല്ല തർക്കമുണ്ടോ? മൂന്നാമത്തെ ഗഡു ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലോക്കൽ ബോഡിക്ക് മൂന്നാമത്തെ ഗഡു എന്ന് പറയുന്നത്. കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കേണ്ട പൈസയാണ്. ഒന്നും കൊടുത്തില്ല. ഡിസംബറിൽ കൊടുക്കേണ്ട പൈസയാണ് മൂന്നാം ഗഡു. ഡിസംബറിൽ കൊടുത്തില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് കൊടുത്തില്ല. ഇപ്പോൾ ആയില്ലേ, സാമ്പത്തിക വർഷം മാറുമല്ലേ നാളെ മുതൽ. കൊടുത്തില്ല, പൈസ കൊടുത്തില്ല. ഇല്ലെന്ന് പൂച്ച പെറ്റിടക്കാന്ന് അവിടെ പൈസ ഇല്ല. കേട്ടാ, ശരി.